ഇന്ത്യ യു എസ് വ്യാപാര കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. ട്രംപിന് കൂടുതൽ മോദി അടിമപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എങ്ങനെയാണ് പ്രതികരണം? അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംയുക്ത പ്രസ്താവനയുടെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ നമ്മുടെ കാർഷിക രംഗത്തെ അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായി ഭവിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കിടയിൽ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായിരുന്ന വാണിജ്യപരമായിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളും എടുത്തു കളയുമെന്നും 0 ഇറക്കുമതി തീരുവയ്ക്ക് അമേരിക്കയുടെ എല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങളും മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുമെന്നാണ് ഈ സംയുക്ത പ്രസ്താവനയുടെ ആദ്യത്തെ ഖണ്ഡിക തന്നെ പറയുന്നത്. ഇന്ത്യയിൽ ഞാനിതിൻ്റെ കണക്ക് നോക്കുമായിരുന്നു. ഇന്ത്യയിൽ നമുക്ക് 13 ദശലക്ഷം ഹെക്ടർ സോയാബീൻ്റെ കൃഷിയുണ്ട്. അതുപോലെ തന്നെ മെയ്സ്, നമ്മൾ ചോളം എന്നാണ് പറയുന്നത്, ചോളം 12 ദശലക്ഷം ഹെക്ടറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ രണ്ടും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പ്രവഹിക്കാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഇന്ത്യക്കും ഇടയിലുള്ള ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന ചെലവുകളെക്കുറിച്ചും ഉൽപ്പാദനക്ഷമതയെക്കുറിച്ചുമുള്ള ഒരു പഠനമുണ്ട്. ആ പഠനപ്രകാരം അമേരിക്കയിൽ 1 ഹെക്ടർ സോയാ കൃഷിയിൽ നിന്ന് 3.5 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് ഒരു 3.5 ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അത് 1 ടൺ മാത്രമാണ്. നമ്മൾ ഒരു ഹെക്ടറിൽ 3.5 ടൺ ചോളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അമേരിക്കക്കാരൻ 1 ഹെക്ടറിൽ 11 ടൺ ഉൽപ്പാദിപ്പിക്കും. അതിനർത്ഥം എന്ന് വെച്ചാൽ ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ചെലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയുള്ള അമേരിക്കൻ കർഷകനുമായിട്ട് ഇന്ത്യയിലെ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്കയുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും 0 തീരുവയിൽ ഇന്ത്യയിലേക്ക് ഒഴുകുകയും മിക്കവാറും കാർഷിക ഉൽപ്പന്നങ്ങൾ 0 തീരുവയിലും, ഇനി അഥവാ ചിലതിന് മാത്രം നാമമാത്രമായിട്ടുള്ള തീരുവ ചുമത്തുമെന്നാണ് ഈ പറയുന്ന സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വിഷമമുണ്ടാവും. ഇൻക്ലൂഡിങ് ഡ്രൈഡ് ഡിസ്റ്റിലേഴ്സ് ഗ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ എത്തനോളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രെയിനാണ്. ഉണങ്ങിയ ധാന്യം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് പറയണത്. നമ്മുടെ ചോളം ഉപയോഗിച്ചാണ് ഇപ്പോൾ എത്തനോൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിക്കാരെ തന്നെയാണിത് ഗുരുതരമായിട്ട് ബാധിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ കാർഷിക മേഖലയെ അടിയറ വെക്കാനുള്ള വലിയൊരു ദുരന്തമാണ് ഈ സംയുക്ത പ്രസ്താവനയിലൂടെ പ്രതിഫലിക്കുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വേണമെന്ന് പറഞ്ഞു. 3 പേജ് വരുന്ന ഒരു പ്രസ്താവന പീയൂഷ് ഗോയൽ നടത്തിയെങ്കിലും അദ്ദേഹം വിവരങ്ങൾ നൽകുന്നതിന് പകരം മറച്ചു വെക്കാൻ വേണ്ടിയാണ് തൻ്റെ സ്വമേധയുള്ള പ്രസ്താവന ഉപയോഗിച്ചത്. പീയൂഷ് ഗോയൽ തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ഡിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റുകൊടുക്കലായിട്ട് വേണം ഈ ഇൻഡോ യു എസ് വ്യാപാര കരാറിനെ കാണാൻ വേണ്ടി. മാത്രമല്ല, ആദ്യം അമേരിക്ക വ്യക്തമാക്കിയതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇല്ലാതാക്കും, ഗണ്യമായി കുറയ്ക്കും. അതുപോലെ 500 ദശലക്ഷം ഡോളറിൻ്റെ ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് 5 വർഷം കൊണ്ട് നടത്തുമെന്നും പറയുന്നു. ഇന്ത്യയുടെ 1 വർഷത്തെ പൂർണ്ണമായി ചൈനയിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 900 ദശലക്ഷം ഡോളറിൻ്റെയാണ്. ഇനി നോക്കുക, അതിനർത്ഥം എന്ന് വെച്ചാൽ വ്യാപകമായ രീതിയിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.